സർക്കാർ മുസ്ലിം നേതാക്കൾക്ക് വഴങ്ങി പ്രവർത്തിക്കുകയാണെന്ന പരാമർശത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി മന്ത്രി വി എൻ വാസവൻ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്നാണ് മന്ത്രിയുടെ പ്രശംസ. സാധാരണഗതിയിൽ എല്ലാവരും 56 വയസ്സ് കഴിയുമ്പോൾ പെൻഷനായി എന്നുള്ള ധാരണയിൽ പലപ്പോഴും ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ 56 വയസ്സിന് ശേഷം യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത്. അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്. അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു. വെള്ളാപ്പള്ളി പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള നേതാവാണെന്ന ഹൈബി ഈഡൻ MP. മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന കെ ബാബു MLA പ്രതികരിച്ചു. ഇതിനിടെ മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നുവെന്ന വിവാദ പരാമർശത്തിനെതിരെ SKSS രംഗത്തെത്തി. മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമായാൽ വെള്ളാപ്പള്ളിക്ക് എന്താണ് കുഴപ്പമെന്ന് സത്താർ പന്തലൂർ ചോദിച്ചു. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനത ഭൂരിപക്ഷമായിട്ട് എന്തു കുഴപ്പമാണുണ്ടായതെന്ന വെള്ളാപ്പള്ളി പറയണം. ഇത്തരം വർഗീയ ഭ്രാന്തുകളെ മതേതര സമൂഹം ചങ്ങലക്കിട്ടേ പറ്റൂവെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. സജോ ദേവസിയും അഷ്കർ അലിയും വിശദാംശങ്ങളുമായി. ആദ്യം സജോയിലേക്ക്. സജോ, വെള്ളാപ്പള്ളിയുടെ ഇന്നലത്തെ വർഗീയ പ്രസംഗം സാധാരണഗതിയിൽ കേസ് എടുക്കേണ്ട രൂപത്തിൽ വർഗീയത പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അതിന് തൊട്ടു പിന്നാലെ SNDP യോഗത്തിന്റെ പരിപാടിയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ടാണ് വാസവന്റെ പ്രസംഗം വന്നിരിക്കുന്നത്. വിശ്രമിക്കേണ്ട കാലത്തും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പുകഴ്ത്തി പ്രസംഗിക്കുകയാണോ? സ്മൃതി, SNDP യോഗത്തിന്റെ നേതൃപദവിയിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് SNDP യോഗം കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിലാണ് ആദരവ് പള്ളുരുത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളെ, മന്ത്രിമാരടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് എല്ലാവരും പ്രശംസ ചൊരിയുന്നതാണ് കണ്ടത്. മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. സംഘടനയെ വളരെ ചിട്ടയോടെ ശക്തിപ്പെടുത്തി ക്രൈസിസ് മാനേജ്മെന്റ് മികവുള്ള ആളാണ്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന ആളാണ്. ഭാവനാസമ്പന്നതയും ദീർഘവീക്ഷണമുള്ള നേതാവാണ്. SNDP നേതൃതലത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണ് തുടങ്ങി മന്ത്രി വി എൻ വാസവൻ വെള്ളാപ്പള്ളി നടേശനെ പ്രശംസ കൊണ്ട് മൂടുന്നതാണ് കണ്ടത്. ഒപ്പം മറ്റ് നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടേതും അടക്കം രാഷ്ട്രീയ നേതാക്കൾ ഇതേ വേദിയിൽ അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാവരും അദ്ദേഹത്തിന് ഈ പ്രശംസ ചൊരിയുകയാണ് ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള നേതാവും സമുദായത്തെ മുന്നോട്ട് ശക്തിയോടെ നയിക്കുന്ന ആളുമാണ് എന്ന് ഹൈബി ഈഡൻ MP-യും പറഞ്ഞപ്പം രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ നിർഭയം സംസാരിക്കുന്ന ആളാണ്. ഒപ്പം പ്രീണന രാഷ്ട്രീയത്തിനെതിരെ സ്വന്തം സമുദായത്തിന് വേണ്ടി നിർഭയം പറയുന്ന ആളാണ്, ഇങ്ങനെ തുടരണം എന്ന് അദ്ദേഹവും പറഞ്ഞപ്പം കെ ബാബു MLA അദ്ദേഹവും സമാനമായ രൂപത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളീയ സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിനൊക്കെ നൽകിയ സംഭാവനകളെ പുകഴ്ത്തി പറഞ്ഞപ്പം കൊച്ചി മേയർ M അനിൽകുമാറും വെള്ളാപ്പള്ളി നടേശന് പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ രാഷ്ട്രീയ ഭേദമില്ലാതെ അദ്ദേഹത്തിന് പ്രശംസ ചൊരിയുകയാണ് നേതാക്കളൊക്കെ. മന്ത്രി വി എൻ വാസവൻ അടക്കം, പിന്നീട് സംസാരിച്ച എറണാകുളം MP-യും MLA-മാരും മേയറും അടക്കം രാഷ്ട്രീയ ഭേദമന്യേയും എല്ലാവരും അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കണ്ടത്. ശരി, അഷ്കറിലേക്ക് പോകുമ്പോൾ അഷ്കർ, ഇപ്പോൾ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് ലീഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ പ്രസംഗിച്ചത്. അതിൽ ലീഗിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? മുസ്ലിം സംഘടനകളിൽ നിന്നും എങ്ങനെയാണ് പ്രതികരണം വരുന്നത്? മലപ്പുറത്തിനെതിരെയും വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞതിൽ നിന്നും ഒരടി പിന്നാക്കം പോയിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. സ്മൃതി, വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളും മുസ്ലിം ലീഗും അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മലപ്പുറം വിഷയത്തിൽ തന്നെ മുസ്ലിം ലീഗ് സ്വീകരിച്ചൊരു നിലപാട് എന്ന് പറയുന്നത് അവഗണിച്ച് തള്ളുക എന്നുള്ളതായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ വലിയ മറുപടികൾ പറയാതെ അവഗണിച്ച് തള്ളുക, മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്ന സ്റ്റാൻഡ്. എന്നാൽ ഇത്തവണ വീണ്ടും സമാനമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും അതിന് ചില ആളുകളെങ്കിലും ഇത്തരത്തിൽ പ്രശംസ ചൊരിയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ
രൂക്ഷ പ്രതികരണങ്ങളിലേക്ക് കടക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ SKSSF ആണ് രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. SKSSFിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സത്താർ പന്തല്ലൂർ അടക്കത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. അത് മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമായാൽ തന്നെ എന്താണ് കുഴപ്പമെന്ന തലക്കെട്ടോടെയാണ് ഈ ലേഖനം. ഈ ലേഖനത്തിൽ VS അച്യുതാനന്ദൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ള സോക്കോൾഡ് സെക്കുലറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളെയും ഭൂരിപക്ഷ സമുദായങ്ങളെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്നതിനും ആശങ്കയിലാക്കുന്നതിനും ഈ പ്രസ്താവന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ ജനസംഖ്യാ വർധനവ് പരിശോധിച്ചാൽ പോലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും ഒരു ഘട്ടത്തിലും കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാവുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ജനസംഖ്യാ വർധനവ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ആ വസ്തുത നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള വർഗീയ വിഷം ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് തള്ളുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്നാണ് സത്താർ പന്തല്ലൂർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. പക്ഷേ ആ മലപ്പുറത്താണ് MT വാസുദേവൻ നായരും ഉറൂബും ഭട്ടതിരിയും ബാലമണി അമ്മയും അടക്കമുള്ള നിരവധി സാഹിത്യകാരന്മാരും സാമൂഹിക നേതാക്കളും ഒക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇനി കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ പോലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. സംശയമുള്ള വെള്ളപ്പള്ളി ഹിന്ദുക്കളോട് തന്നെ ചോദിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു വിമർശനവും സത്താർ പന്തല്ലൂർ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം തന്നെ സത്താർ പന്തല്ലൂർ പറഞ്ഞു വെക്കുന്നത് സമാനമായ രീതിയിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലായി വന്നാൽ തന്നെ എന്താണ് കുഴപ്പം, അതിനെന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യത്തോടെയാണ് ഫേസ്ബുക്കിൽ ഈ സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത്തരം വർഗീയ ഭ്രാന്തികളെ മതേതര സമൂഹം ചങ്ങലയ്ക്ക് ഇട്ടേ പറ്റൂ എന്നുള്ള ഒരു പ്രസ്താവനയും സത്താർ പന്തല്ലൂർ ഇതിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസിയും അഷ്കർ അലിയുമാണ് വിവരങ്ങൾ നൽകിയത്.